ഹായ് വെൽക്കം ടു fscookeryvlogs. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്യാരറ്റ് കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂപ്പർ സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ പീൽ ഔട്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നേരെ 1 ടേബിൾ സ്പൂൺ മൈദ ഞാനെടുത്ത് മാറ്റുവാണേ. അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ഇത്രയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അത് അരിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 2 മുട്ടയാണ് കേട്ടോ. ഇത് നേരെ മിക്സിയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നത് തന്നെയാണ്. ഞാനിവിടെ ബീറ്ററാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് എളുപ്പത്തിനായിട്ടാണ് ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരെ ഇത് മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒരു 30 സെക്കൻഡോളം അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് തന്നെ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടുന്നത് എഗ്ഗ്. അപ്പോൾ ഞാൻ 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പോളം പഞ്ചസാരയിലിട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ പഞ്ചസാര. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്കിൻ്റെ മുകളിലൊരു നനവ് പോലെ പിടിച്ചിട്ടുണ്ടാവും. ഇതുകൊണ്ടാണ് ഒരു സ്റ്റിക്കി ടൈപ്പ് ആയി പോവും. നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊടിച്ചിട്ട് കുറച്ചായിട്ട് എഗ്ഗിലോട്ടിട്ടിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഇതേ സ്റ്റെപ്പ് നിങ്ങൾക്ക് മിക്സിക്കകത്തും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഓരോന്നും ബീറ്റർ വെച്ചിട്ട് ഓരോ സ്റ്റെപ്പിലും ചെയ്തെടുക്കുന്നില്ലേ, ഇതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ മിക്സിക്കകത്തും ഓരോന്നും ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. മിക്സിക്കകത്ത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഓയിലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. നേരത്തെ തന്നെ ഞാൻ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് കുറച്ചായിട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് കുറച്ച് ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ച് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ തടിത്തവിയില്ലേ അത് വെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ മാത്രമേ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും, കേക്ക് ശരിയാവില്ല. അതുകൊണ്ട് പതിയെ മാത്രമേ വിസ്കിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതാ ഇവിടെ 1 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പതുക്കെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പോളം വരുന്ന ക്യാരറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ പതുക്കെ മാത്രമേ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ശരിയാവില്ല. ഇനി ഞാൻ ഈ കേക്കിനകത്ത് കുറച്ച് റൈസിൻസ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് കുറച്ച് മൈദയിൽ കോട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മൈദപ്പൊടിയില്ലേ അതിനകത്തൊന്ന് മിക്സ് ചെയ്യും. അതിനുശേഷം ഇതിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട് വേണമെങ്കിൽ കാഷ്യൂ നട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് റൈസിൻസ് ആണ് കുറച്ച് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ക്യാരറ്റ് കേക്കിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുറച്ച് മൈദയും കൂടെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 പോർഷനോളം ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ആ ഒരു ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 40 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഞാനിത് ഈ ഒരു കേക്ക് മോൾഡിൽ വെച്ചിട്ട് ബാക്കി കുറച്ച് ബാറ്ററും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓവനിൽ ഒരു കപ്പ് കേക്ക് മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 3 ചെറിയ കപ്പ് കേക്കും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അത് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് വെച്ചപ്പോഴേക്കും കപ്പ് കേക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ്, അതുപോലെ സൂപ്പറായിട്ടുള്ള സ്മെല്ലാണ്, ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ ഓവനിൽ മാത്രമായിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വരെയൊക്കെ വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലെ 6 ഇഞ്ച് മോൾഡിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കപ്പ് കേക്ക് മോൾഡിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് കേക്കാണ്. തൊട്ടാൽ തന്നെ അങ്ങ് പൊട്ടിപ്പോകുന്നൊരു കേക്കാണ്, പഞ്ഞിക്കട്ട പോലത്തെ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.